എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇന്ന് എറണാകുളം ബാംഗ്ലൂർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിൽ നമ്മൾ പോവുകയാണ്. ഇതൊരു വീക്കിലി വണ്ടിയാണ്. ഞായർ, തിങ്കൾ, ബുധൻ ഈ 3 ദിവസങ്ങളിൽ മാത്രമേ ഈ വണ്ടിയുള്ളൂ എറണാകുളം ബാംഗ്ലൂർ സൂപ്പർ ഫാസ്റ്റ്. ഇത് LHP കോച്ചാണ്. അപ്പോൾ അതും കൂടി അതിലൊന്ന് യാത്ര ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ഇതെൻ്റെ 3ാമത്തെ LHP കോച്ചിലെ യാത്രയാണ്. അപ്പോൾ ഈ വണ്ടി ഞാൻ ആലുവ വരെ പോകുന്നുള്ളൂ. ആലുവ വരെ എനിക്ക് ആയത് 45 രൂപയാണ്. അപ്പോൾ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആയതുകൊണ്ടാണ് ഇതിന് 45. എക്സ്പ്രസ് ട്രെയിൻ ആണെങ്കിൽ ഇതിന് 13 രൂപയാണ്. 30 രൂപയാണ്. അപ്പോൾ ഇവിടെ കാണുന്ന വണ്ടി എറണാകുളം പാട്ന സൂപ്പർ ഫാസ്റ്റാണ്. ആ വണ്ടി തിങ്കൾ ചൊവ്വയും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വണ്ടി എത്രയും പെട്ടെന്ന് വരും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഗായ്സ്, നമ്മുടെ വണ്ടി ഇതേ പ്ലാറ്റ്ഫോം നമ്പർ 3 ഇത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റ് ലേറ്റ് ആവുമെന്ന് വിചാരിക്കും. കാരണം ഇത് എടുത്തുകൊണ്ട് വന്ന 4:15 എടുത്തുകൊണ്ട് വന്നത്. അറിയില്ല, ചിലപ്പോൾ ഓൺ ടൈമിൽ വിടുമായിരിക്കും കേട്ടോ, എനിക്കറിയില്ല. നോക്കാം നമുക്ക്. വണ്ടി ഭയങ്കര തിരക്കാണ്, ആളുകളൊക്കെ സ്റ്റോപ്പിൽ നിന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് പുറപ്പെട്ടു. പ്ലാറ്റ്ഫോം നമ്പർ 3 നിന്ന് നമ്മുടെ വണ്ടി പുറപ്പെട്ടു. ഈ വണ്ടി സൂപ്പർ ഫാസ്റ്റ് ആയതുകൊണ്ട് ഇതിന് അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ആലുവ, അത് കഴിഞ്ഞാൽ തൃശ്ശൂർ, അത് കഴിഞ്ഞാൽ ഒറ്റപ്പാലം, അത് കഴിഞ്ഞാൽ പാലക്കാട്. ഇങ്ങനെയാണ് കേരളത്തിലെ സ്റ്റോപ്പുകൾ. പിന്നെ ഈ വണ്ടി നമ്മുടെ മുന്നിലുള്ള കേരള എക്സ്പ്രസ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് പോകുന്നതനുസരിച്ചാണ് ഈ വണ്ടിയും പോകുന്നത്. ഇപ്പോൾ ഗായ്സ്, നമ്മുടെ വണ്ടി എറണാകുളം ടൗൺ സ്കിപ്പ് ചെയ്യാണ്. അപ്പോഴാണ് നമ്മുടെ കേരളത്തിൻ്റെ സ്പെഷ്യൽ ഡിമാൻഡുള്ള വണ്ടി വേനാട് എക്സ്പ്രസ് ഇതാ എറണാകുളം ടൗണിൽ കിടക്കാണ്. ഇനി അറിയത്തില്ല, ഇനിയിപ്പോൾ സൗത്തിലോട്ട് നീട്ടുമെന്ന് അറിയില്ല. ഭയങ്കര പണിയാണ് റെയിൽവേ കാണിച്ചാൽ വേനാട് എക്സ്പ്രസ് ടൗണിലോട്ട് നീട്ടിയത്. അപ്പോൾ എൻ്റെ ഒരു അഭ്യർത്ഥന മാനിച്ച് ഇനിയെങ്കിലും സൗത്തിലോട്ട് വീണ്ടും നീട്ടണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. വേനാട് എക്സ്പ്രസ്. അപ്പോൾ ഗായ്സ്, എടപ്പള്ളി കഴിഞ്ഞപ്പോൾ നമ്മുടെ കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ് പോവുകയാണ് എറണാകുളം ജംഗ്ഷൻ ഭാഗത്തോട്ട്. ടൗണല്ല, എറണാകുളം ജംഗ്ഷനാണ്. കോഴിക്കോട് ജനശതാബ്ദി ആലപ്പുഴ വഴിയാണ്, കണ്ണൂർ ജനശതാബ്ദി കോട്ടയം വഴി. അങ്ങനെയാണ് ഇതിൻ്റെ പോക്ക്. അപ്പോൾ നമ്മുടെ ട്രെയിനെ പറ്റി പറയുമ്പോൾ, നമ്മുടെ ട്രെയിന് ഇവിടെ നിന്ന് എല്ലാ ദിവസമുള്ള ട്രെയിൻ, ഇതിൽ വീക്കിലി ട്രെയിനാണ്. അപ്പോൾ ഒരു 3 ദിവസമുള്ള ട്രെയിനാണ്. ഞായർ, തിങ്കൾ, ബുധൻ ഈ 3 ദിവസം ഈ ട്രെയിനുള്ളൂ. പിന്നെ അവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് തിങ്കൾ, ചൊവ്വ, വ്യാഴം ഈ 3 ദിവസം അവിടെ നിന്നും ട്രെയിനുള്ളൂ HMVT നിന്ന്. അപ്പോൾ ഈ വണ്ടി 4:50 എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ട് 3:55 ആകുമ്പോൾ SMVT ബാംഗ്ലൂരിൽ എത്തിച്ചേരുന്നത്. തിരിച്ച് ഈ വണ്ടി 7 മണിക്ക് രാത്രി പുറപ്പെട്ട് പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് എത്തണ രീതിയിലാണ് ഇതിൻ്റെ ഷെഡ്യൂൾ ടൈം. പക്ഷേ ഈ വണ്ടി ചില സമയത്ത് 5:30, 5:50 ഈ സമയമാകുമ്പോൾ എത്തും. ഇതിന് ബഫർ ടൈം ഉള്ളതുകൊണ്ട് ഇത് നേരത്തെ എത്തുന്നതാണ്. ഇത് ലേറ്റ് ആവാറില്ല. പിന്നെ ഈ വണ്ടിയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരള എക്സ്പ്രസ് വൈകി ഓടുകയാണെങ്കിൽ നമ്മുടെ ഈ വണ്ടിയും വൈകും. അതാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ കുഴപ്പം. അങ്ങനെ ഗായ്സ്, നമ്മുടെ വണ്ടി കളമശ്ശേരി സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വണ്ടി പതിയാണ് ഓടുന്നത്. അപ്പോൾ അടുത്ത സ്റ്റോപ്പ് ആലുവ. അപ്പം ഞാൻ ആലുവയിൽ ഇറങ്ങും. അപ്പോൾ ആലുവ കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ, അത് കഴിഞ്ഞാൽ ഒറ്റപ്പാലം, അത് കഴിഞ്ഞാൽ പാലക്കാട്. അങ്ങനെയാണ് ഈ വണ്ടിയുടെ അടുത്ത സ്റ്റോപ്പുകളെന്ന് പറയുന്നത്. ഇപ്പോൾ കളമശ്ശേരി സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ വണ്ടി പ്ലാറ്റ്ഫോം നമ്പർ 3
ഇവിടെ ആലുവയിലെത്തിയിരിക്കുകയാണ്, ആലുവ. അപ്പോൾ ആലുവയിലിപ്പോൾ ഇപ്പോൾ 2 മിനിറ്റിനുള്ളിൽ ഇപ്പോൾ വണ്ടി പുറപ്പെടുന്നതായിരിക്കും. വണ്ടി നല്ല തിരക്കാണ്. ഈ വണ്ടിയുടെ പ്രശ്നം ആകെ 2 ജനറൽ കോച്ചേ ഉള്ളൂ. ഈ വണ്ടിയുടെ മുന്നത്തെ ICF കോച്ചായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ വണ്ടിക്ക് ICF കോച്ച് ആ സമയത്ത് ഈ വണ്ടിക്ക് 4 ജനറൽ കോച്ച് ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 എണ്ണാക്കി ചുരുക്കിയേക്കാണ്. എന്താ ഉദ്ദേശം എന്ന് അറിയില്ല. ഇവർക്ക് ഈ സാധാരണക്കാർക്കും കൂടി സഞ്ചരിക്കണ്ടേ. അപ്പോൾ റെയിൽവേ മാക്സിമം അൺറിസർവ്ഡ് കോച്ചും കൂടി കൂട്ടുക പ്ലീസ്. എന്നടാ, ഞാൻ വ്ളോഗറാണ്.